Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 304 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2ലെ മൊഡ്യൂൾ നമ്പർ 6ൽ നിന്നുള്ള 5th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോഫാർ നമ്മൾ മൊഡ്യൂൾ 6ലെ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ കുറച്ച് തിയറി പോർഷൻസ് ആണ് പാർട്ട് 1 മുതൽ പാർട്ട് 4 വരെയുള്ള ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രീ സ്ട്രെസ് എന്താണെന്ന് പഠിച്ചു, ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ് ഏതൊക്കെയെന്ന് പഠിച്ചു, പ്രീ ടെൻഷനിങ് പോസ്റ്റ് ടെൻഷനിങ് പഠിച്ചു, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അങ്ങനത്തെ തിയറി പോർഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അനാലിസിസ് ഓഫ് പ്രീ സ്ട്രെസ് ആണ്. അനാലിസിസ് അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു ബീം വന്നിട്ടുണ്ടാവും. അത് രണ്ട് ഷേപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഒന്ന് റെക്റ്റാങ്കിൾ, ഒന്ന് ഐ സെക്ഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ കോൺസെൻട്രിക് ആയിട്ടായിരിക്കും, സെൻട്രലായിരിക്കും ചിലപ്പോൾ ടെൻഡൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രീ സ്ട്രെസ് ചെയ്യുന്ന വയേഴ്സ് തന്നേക്കുന്നത്, അതല്ലെങ്കിൽ എസെൻട്രിക് ആയിരിക്കും, ന്യൂട്രൽ ആക്സിസ് ചെയ്യുന്നത് താഴത്തോട്ട് ഒരു എസെൻട്രിസിറ്റി മാറിയിട്ടായിരിക്കും ചിലപ്പോൾ ടെൻഡൻസ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ബീം അനാലിസിസ് ചെയ്യാൻ തരും. അനാലിസിസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇൻഡിവിജ്വൽ സ്ട്രെസ്സ് കണ്ടുപിടിക്കണം, അതിൻ്റെ ഡയഗ്രംസ് വരക്കണം, ഫൈനലി റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ദ ടോപ്പും റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ദ ബോട്ടവും കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിപ്പോൾ ഏറെക്കുറെ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡിൽ S3 മെക്കാനിക്സ് ഓഫ് സോളിഡിൽ കോളംസ് പഠിച്ചായിരുന്നു. കോളംസിൻ്റെ അകത്ത് നമ്മൾ ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സ്ട്രെസ് പ്ലസ് ബെൻഡിങ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്നും പറഞ്ഞ് ടോപ്പിലും ബോട്ടത്തിലൊക്കെ നമ്മൾ കണ്ടുപിടിക്കും കോളത്തിൻ്റെ പോർഷൻ. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. സിമ്പിൾ ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ അനാലിസിസിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനാലിസിസിൽ വരുന്ന കേസുകൾ എന്തൊക്കെയാണ്, അനാലിസിസിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെക്ചർ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ DCS, DHS, CPCT ഈ 3 സബ്ജക്റ്റിനും ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഉള്ള പോലെ ഗൂഗിൾ മീറ്റ് വഴി ലൈവ് സെഷൻസ് മാത്രമല്ല, നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ മൊഡ്യൂളിലെയും റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കാണാം. അതിൻ്റെ ഡൗട്ട് അതുമായിട്ടുള്ള ഡിസ്കഷനും മാത്രമാണ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഗൂഗിൾ മീറ്റ് വഴി ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓരോ മൊഡ്യൂളിലെ ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നിങ്ങളുടെ കോളേജിലെ ക്ലാസ് ടൈമിങ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിരുന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 6 സിവിൽ എഞ്ചിനീയറിംഗിലെ KTUവിലുള്ള CE 304 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2, CE 302 ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, CE 306 കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് ഈ 3 സബ്ജക്റ്റിൻ്റെയും ട്യൂഷൻ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അതല്ല എന്നാണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. 833 എന്ന് തുടങ്ങുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അനാലിസിസ് ഓഫ് pre-stress. The stress due to pre-stressing alone are generally combined stress due to the action of direct load and bending resulting from an eccentrically applied load. The stresses in concrete are evaluated by using the well-known relationship for combined stress used in case of columns. The following notations and sign conversions are used for the analysis of pre-stress. Okay, അപ്പോൾ ടോട്ടൽ പ്രീ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സം ഓഫ് ഡയറക്റ്റ് ലോഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് പ്ലസ് ബെൻഡിങ് സ്ട്രെസ് റിസൾട്ടിങ് ഫ്രം ആൻ എസെൻട്രിക്കലി അപ്ലൈഡ് ലോഡ്. അപ്പോൾ ഒരു ടോട്ടൽ പ്രീ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെസ് പ്ലസ് ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു ആൻ എസെൻട്രിക് ലോഡ്, അതാണ് ഡയറക്റ്റ് സ്ട്രെസ് പ്രീ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അതേപോലെ ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോളത്തിൽ പഠിച്ച മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ കോളത്തിൽ പഠിച്ചതിൻ്റെ അനാലിസിസ് പോലെ തന്നെയാണ്. ഇനി നമുക്ക് ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സൈൻ കൺവേർഷൻസും നൊട്ടേഷൻസും നമുക്ക് അറിഞ്ഞിരിക്കാനുണ്ട്. കാരണം ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തേത് ക്യാപിറ്റൽ P, ടോട്ടൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ക്യാപിറ്റൽ P, ടോട്ടൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. പോസിറ്റീവ് ഫോർ കംപ്രഷൻ ആൻഡ് നെഗറ്റീവ് ഫോർ ടെൻഷൻ. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും.
സ്മോൾ ലെറ്റർ ഇ, എസെൻട്രിസിറ്റി ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്, അതായത് ടെൻഡനിൽ എവിടെയാണോ നമ്മൾ പ്രീ സ്ട്രെസ് കൊടുക്കുന്നത് അവിടെ നിന്ന് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു എസെൻട്രിസിറ്റി. ബെൻഡിങ് മൊമെൻറ്റ് ഡ്യൂ ടു എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഇൻറ്റു എസെൻട്രിസിറ്റി. Capital A is the cross-sectional area of concrete member. Capital I, second moment of area of section about its centroid, അതായത് നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അടുത്തത് ഇസഡ് ടി ആൻഡ് ഇസഡ് ബി. ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെക്ഷൻ മോഡുലസ് ആണ്. ഇസഡ് ടി എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ഇസഡ് ബി ഇസ് ദ സെക്ഷൻ മോഡുലസ് അറ്റ് ദ ബോട്ടം ഓഫ് കോൺക്രീറ്റ് ഫൈബർ. നമുക്കതിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ അറിയായിരിക്കും, എങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇസഡ് ബി സെക്ഷൻ മോഡുലസ് ദ ടോപ്പ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഡിവൈഡഡ് ബൈ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് അറ്റ് ടോപ്പ്. അതേപോലെ ഇസഡ് ബി സെക്ഷൻ മോഡുലസ് അറ്റ് ബോട്ടം ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഡിവൈഡഡ് ബൈ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് അറ്റ് ബോട്ടം. ഇനി ഫോർ എ റെക്ടാങ്കുലർ സെക്ഷൻ ഐ ഇസ് ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12. അതേപോലെ റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഇതാണ് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. എത്രയായിരിക്കും ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്? D/2 ആയിരിക്കും. ഇത് തന്നെയാണ് അതിൻ്റെ YT, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് അറ്റ് ബോട്ടം. ഇത് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് അറ്റ് ബോട്ടം, ഇത് മുകളിൽ ടോപ്പും. അപ്പോൾ റെക്ടാങ്കുലർ ബീം ആയതുകൊണ്ട് YTയും YBയും ഈക്വൽ ആയിരിക്കും. റെക്ടാങ്കുലർ ആയതുകൊണ്ട്, സിമെട്രിക്കൽ ആയതുകൊണ്ട് Y ടോപ്പും Y ബോട്ടവും സെയിം ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ D/2. ദെയർഫോർ ZB ഇസ് ഈക്വൽ ടു ZT ഇസ് ഈക്വൽ ടു BD²/6 ഫോർ റെക്ടാങ്കുലർ സെക്ഷൻ. ഇതെങ്ങനെയാണ് BD²/6 വന്നത്? നമുക്കറിയാം ഇസഡ് ഇസ് ഈക്വൽ ടു I/Y ആണ്. I എന്ന് പറയുമ്പോൾ BD³/12ഉം Y എന്ന് പറയുമ്പോൾ D/2 ആണ്. ഒരു D നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, 12ഉം 2ഉം ക്യാൻസൽ ചെയ്ത് 6. അങ്ങനെയാണ് നമുക്ക് BD²/6 എന്ന് കിട്ടിയത്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ മോസിൽ പഠിക്കുന്നതാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അടുത്തത് YT ആൻഡ് YB, ഡിസ്റ്റൻസ് ഓഫ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഫൈബേഴ്സ് ഫ്രം ദ സെൻട്രോയിഡ് സെക്ഷൻ. അതല്ലെങ്കിൽ YT ഈസ് ഈക്വൽ ടു ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് അറ്റ് ദ ടോപ്പ്, YB ഈസ് ദ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് അറ്റ് ബോട്ടം എന്ന് പറയാം. അടുത്തത് എഫ് ടോപ്പ് ഓർ FSUP, നമ്മൾ F സുപ്പീരിയർ എന്ന് പറയും. അതായത് റിസൾട്ടൻ്റ് സ്ട്രെസ് അറ്റ് ദ ടോപ്പ്, അതിനെയാണ് നമ്മൾ F ടോപ്പ് എന്ന് പറയുന്നത്. ദ ടോട്ടൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ കോൺക്രീറ്റ് അറ്റ് ദ ടോപ്പ് ഫൈബർ. നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ്, എസെൻട്രിസിറ്റി സ്ട്രെസ്, ഡെഡ് ലോഡ് സ്ട്രെസ്, ലൈവ് ലോഡ് സ്ട്രെസ്, ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് F ടോപ്പ് അല്ലെങ്കിൽ FSUP, റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ കോൺക്രീറ്റ്. അതേപോലെ F ബോട്ടം, ഇത് നമ്മൾ F ടോപ്പ് എന്നും പറഞ്ഞ് എഴുതണമെന്നില്ല, FT എന്നും പറഞ്ഞ് എഴുതാം, അതല്ലെങ്കിൽ FSUB എന്ന് എടുക്കാം. ഇതിലേതെങ്കിലും ഒരു നൊട്ടേഷൻസ് ആയിരിക്കും നിങ്ങൾ കോളേജുകളിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത് F ബോട്ടം അല്ലെങ്കിൽ FINF, ടോട്ടൽ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ കോൺക്രീറ്റ് അറ്റ് ദ ബോട്ടം. ബോട്ടത്തിൽ ഉള്ള റിസൾട്ടൻറ്റ് സ്ട്രെസ്സിനെയാണ് നമ്മൾ FB അല്ലെങ്കിൽ FINF എന്ന് പറയുന്നത്. ഇതല്ലാതെ നമുക്ക് ഒന്ന് രണ്ട് നൊട്ടേഷൻസും കൂടി പഠിക്കാനുണ്ട്. ഒന്ന് MD, M_D. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ലോഡ് മൊമെൻറ്റ്. ഡെഡ് ലോഡ് മൊമെൻറ്റ്, ഇപ്പോൾ കോൺക്രീറ്റ് ബീം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഡെഡ് ലോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ഡെഡ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ്. വോളിയം എന്ന് പറയുമ്പോൾ L/B/1 ആണ് എടുക്കുന്നത്, 1 മീറ്റർ ലെങ്ത്തിലാണ് കണ്ടുപിടിക്കുന്നത്. ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് യൂഷ്വലി നമ്മൾ 24 to 25 റേഞ്ചിലാണ് എടുക്കുന്നത്. 24 to 25, അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 24 kN/m³. 24 25 നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് ലോഡ് കിട്ടും. ഡെഡ് ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ കറസ്പോണ്ടിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. അതിനാണ് നമ്മൾ MD എന്ന് എഴുതുന്നത്. ചില കോളേജുകളിൽ അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കിൽ MG എന്നാണ് എടുത്തേക്കുന്നത്. ഡെഡ് ലോഡിനെ സ്മോൾ ലെറ്റർ G വെച്ചിട്ടാണ് എടുക്കുന്നത്. ഏറ്റവും എളുപ്പം ക്യാപിറ്റൽ D വെച്ച് നൊട്ടേറ്റ് ചെയ്യുന്നതാണ്, അപ്പോൾ മറക്കൂല. ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ D എടുത്ത് എഴുതിയാൽ മതി. അതേപോലെ ML, ലൈവ് ലോഡ് മൊമെൻറ്റ്, ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഒരു ബീമിൽ എത്ര ലൈവ് ലോഡ് ആക്ട് ചെയ്യുന്നു എന്നും പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഇനി അതേപോലെ ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു ഡെഡ് ലോഡ് ഈസ് ഈക്വൽ ടു, ഡെഡ് ലോഡ് കൊണ്ടുണ്ടാകുന്ന ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ MD/ZT. ഇത് ടോപ്പിലും MD/ZB, ഇത് ബോട്ടത്തിലും. സിമിലർലി ബെൻഡിങ് സ്ട്രെസ്
ഡ്യൂ ടു ലൈവ് ലോഡ് എന്ന് പറഞ്ഞാൽ ML/ZT അറ്റ് ദ ടോപ്പും ML/ZB അറ്റ് ദ ബോട്ടവും ആണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക, എങ്കിലേ നമുക്ക് അടുത്ത അനാലിസിസ് വരുമ്പോഴത്തേക്കും കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒരു നോട്ട് ഇവിടെ പറയുന്നുണ്ട്. ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഫോർ ട്രാൻസ്ഫർ ആൻഡ് വർക്കിംഗ് സ്റ്റേജ്. അതായത് നമുക്ക് രണ്ട് കേസാണുള്ളത്. കോൺക്രീറ്റിൽ നമ്മൾ സ്ട്രെസ് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് സ്റ്റേജ് ആണുള്ളത്. ഒന്ന് ട്രാൻസ്ഫർ സ്റ്റേജ്, രണ്ടാമത്തെ വർക്കിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ സർവീസ് സ്റ്റേജ്. ഈ ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തിട്ട് ഉള്ള സ്റ്റേജാണ്. അപ്പോൾ ട്രാൻസ്ഫർ സ്റ്റേജിൻ്റെ അകത്ത് ആകെ വരുന്നൊരു കണ്ടീഷൻ അതെന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ട്രാൻസ്ഫർ സ്റ്റേജും വർക്കിംഗ് സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൽ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ദ ട്രാൻസ്ഫർ സ്റ്റേജ് അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ സർവീസ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞവർ എടുത്ത് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്പർ 1, ഫോർ ട്രാൻസ്ഫർ സ്റ്റേജ് വി വിൽ നോട്ട് കൺസിഡർ ദ ലൈവ് ലോഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് റിസൾട്ടൻറ്റ് സ്ട്രെസ്. ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് വെച്ചാൽ കോൺക്രീറ്റ് ജസ്റ്റ് കാസ്റ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ജസ്റ്റ് അപ്ലൈ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഡയറക്റ്റ് സ്ട്രെസ് ഉണ്ടാവും, എസെൻട്രിസിറ്റി ഉണ്ടെങ്കിൽ എസെൻട്രിസിറ്റിയുടെ സ്ട്രെസ് ഉണ്ടാവും, പിന്നെ ആ കോൺക്രീറ്റിൻ്റെ ഡെഡ് ലോഡിൻ്റെ സ്ട്രെസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ലൈവ് ലോഡ്, എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. അതാണ് ട്രാൻസ്ഫർ സ്റ്റേജ്, അതായത് ലൈവ് ലോഡ്സ് ഒന്നും ഇല്ല. ഇനി അടുത്ത വർക്കിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ സർവീസ് സ്റ്റേജ്, രണ്ടും ഒന്ന് തന്നെയാണ്. വർക്കിംഗ് സ്ട്രെസ് സ്റ്റേജ് അല്ലെങ്കിൽ സർവീസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ലോഡ്സും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ വി വിൽ കൺസിഡർ ദ എൻറ്റയർ സ്ട്രെസ് ഡയഗ്രാം. എൻറ്റയർ സ്ട്രെസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് ഉണ്ടാവും, എസെൻട്രിസിറ്റി ഉണ്ടെങ്കിൽ എസെൻട്രിസിറ്റിയുടെ സ്ട്രെസ് ഉണ്ടാവും, ഡെഡ് ലോഡിൻ്റെ സ്ട്രെസ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്തിട്ടുള്ള ലൈവ് ലോഡിൻ്റെ സ്ട്രെസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി കൂട്ടിയിട്ടേ നമുക്ക് റിസൾട്ടൻറ്റ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ട്രാൻസ്ഫർ സ്റ്റേജും വർക്കിംഗ് സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്ട്രെസ് ഡയഗ്രാംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പല കണ്ടീഷൻസാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കണ്ടീഷൻസൊക്കെ നമുക്ക് പ്രോബ്ലം വരുമ്പോഴായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, എൻ്റെ ഒപ്പം ഈ കേസുകൾ എഴുതി മനസ്സിലാക്കി പോവുക. ഡിഫറെൻറ്റ് സ്ട്രെസ് ഡയഗ്രാംസ് ഇൻ ട്രാൻസ്ഫർ സ്റ്റേജ് ആൻഡ് വർക്കിംഗ് സ്റ്റേജ്. ട്രാൻസ്ഫർ സ്റ്റേജിലും വർക്കിംഗ് സ്റ്റേജിലും സ്ട്രെസ് ഡയഗ്രാംസും റിസൾട്ടൻറ്റ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻസൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ട്രാൻസ്ഫർ സ്റ്റേജ് എടുക്കാം. ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ലൈവ് ലോഡ് ഈസ് നോട്ട് കൺസിഡേർഡ്. ലൈവ് ലോഡ് തന്നിട്ടുണ്ടാകും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ, പക്ഷേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കേസ് നമ്പർ 1, ട്രാൻസ്ഫർ സ്റ്റേജിൽ കേസ് 1 കോൺസെൻട്രിക് ലോഡിംഗ് ആണെങ്കിൽ. കോൺസെൻട്രിക് ലോഡിംഗ് എന്താണ് കോൺസെൻട്രിക് ലോഡിംഗ്? ഇപ്പോൾ നമുക്കൊരു ബീം തന്നിട്ടുണ്ട്. ഇത് ബീമിൻ്റെ ക്രോസ് സെക്ഷൻ, ഇത് ബീമിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ വ്യൂ. അപ്പോൾ ഇത് ബി ആണ്, ഇത് ഡി ആണ്. ഇവിടെ ഇത് ഡി ആണ്, ലോഞ്ചിറ്റ്യൂണൽ വ്യൂവിൽ ലെങ്ത് ആയിരിക്കും കാണുന്നത്. ഇതാണ് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. ഈ ന്യൂട്രൽ ആക്സിസിൻ്റെ അതേ പോയിന്റിൽ തന്നെയാണ് നമ്മുടെ ടെൻഡൻസ് കൊടുത്തേക്കുന്നതെങ്കിൽ, പ്രീ സ്ട്രെസ് ചെയ്യുന്ന ടെൻഡൻസ് അല്ലെങ്കിൽ വയേഴ്സ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതാണ് കോൺസെൻട്രിക് ടെൻഡൻ. അപ്പോൾ കറക്റ്റ് നടുക്കായിരിക്കും നമ്മുടെ ടെൻഡൻസ് വരുന്നത്. ഈ ടെൻഡൻസിലാണ് നമ്മൾ പ്രീ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിലാണ് നമ്മൾ കോൺസെൻട്രിക് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രിക് ടെൻഡൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എസെൻട്രിസിറ്റി ഇല്ല, എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു കേസിൽ എസെൻട്രിസിറ്റിയുടെ സ്ട്രെസ് ഡയഗ്രാം വരില്ല. അതാണ് ഒന്നാമത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ കോൺസെൻട്രിക് ലോഡിംഗ് ആണെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യനിൽ ഡെഡ് ലോഡും ലൈവ് ലോഡും തന്നിട്ടുണ്ട്. നമ്മളൊരു കേസ് എടുക്കുന്നുണ്ട്, ഗിവൺ ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാംസ് എങ്ങനെ വരും എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്രോസ് സെക്ഷൻ ഓഫ് ബീം, നമ്മുടെ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ. അപ്പോൾ ബ്രെഡ്ത്ത് ബി, ഡെപ്ത്ത് ഡി, നമ്മൾ നടുക്ക് ഒരു 3 റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ടെൻഡൻസ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്, ഇതാണ് ന്യൂട്രൽ ആക്സിസ്, ഈ ഡോട്ടഡ് ലൈനിലായിട്ട് പോയിരിക്കുന്നത്. ഇനി ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം. വൈ ടിയും വൈ ബിയും രണ്ടും സെയിം തന്നെയാണ്, റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് രണ്ടും d/2 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കുലർ വേരിയേഷൻ ആയിരിക്കും, കാരണം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, വിച്ച് റെപ്രസെൻറ്റ് ദാറ്റ് ഇറ്റ് ഈസ് കംപ്രസീവ് സ്ട്രെസ്. ഡയറക്റ്റ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P/A ആണ്, ടോപ്പിലും ബോട്ടത്തിലും P/A ആണ്. ഓക്കെ, ഈ ഫിഗർ വരച്ചിട്ട് ഇതാ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് താഴെ മാർക്ക് ചെയ്യുക. ഈ ഫിഗറിനെ ക്രോസ് സെക്ഷൻ ഓഫ് ബീം എന്ന് മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് സൈൻ ഇടാൻ മറക്കരുത്, കംപ്രഷൻ എന്ന് എഴുതാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗർ ഗിവൺ ബീമിൻ്റെ അകത്ത് പ്രീ സ്ട്രെസ് കൊടുത്തിട്ട് കിട്ടുന്ന അതിൻ്റെ ആദ്യത്തെ സ്ട്രെസ്സാണ് ഡയറക്റ്റ് സ്ട്രെസ്. ഇനി ഞാൻ പറഞ്ഞു എസെൻട്രിസിറ്റി ഇല്ല ഇവിടെ, എസെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എസെൻട്രിസിറ്റിയുടെ ഒരു ഡയഗ്രാം നമുക്കിവിടെ വരുന്നില്ല, അപ്പോൾ അത് ഞാൻ എഴുതിയിട്ടില്ല. ഇനി അടുത്തത് ബെൻഡിങ് സ്ട്രെസ് ഡയഗ്രാം ഡ്യൂ ടു ഡെഡ് ലോഡ് കൊണ്ടുണ്ടാകുന്ന ബെൻഡിങ് സ്ട്രെസ് ഡയഗ്രാം. നോക്കിക്കേ, നടുക്ക് സ്ട്രെയിറ്റ് ലൈൻ, മുകളിൽ കംപ്രഷൻ, താഴെ ടെൻഷൻ.
അപ്പോൾ മുകളിൽ കംപ്രഷൻ ആയതുകൊണ്ട് പോസിറ്റീവ് സി എന്ന് എഴുതുക, താഴെ ടെൻഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് സി എന്ന് എഴുതുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ന്യൂട്രൽ ആക്സിസിലൂടെ ആയിരിക്കണം ഇതെല്ലാം പാസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ സെൻട്രൽ ലൈനും. ഇനി ടോപ്പിലായിരിക്കണം എല്ലാ ഫിഗറിൻ്റെ ടോപ്പും, ബോട്ടത്തിലെ ഫൈബർ ആയിരിക്കണം എല്ലാ ഫിഗറിൻ്റെയും ലൈൻ പാസ് ചെയ്യുന്നത്. അതല്ലാതെ ഇത് മാറ്റി വരക്കരുത്. കാരണം ഇവിടെ നിങ്ങൾ ഏത് ഡയറക്ഷൻ ലെങ്ത്തിലാണോ കൊടുത്തേക്കുന്നത് അതേ ലെങ്ത്തിലായിരിക്കണം എല്ലാ ഫിഗറും പോകേണ്ടത്. ചരിവൊന്നും പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോവുക. അതേപോലെ ന്യൂട്രൽ ആക്സിസിലൂടെ ആയിരിക്കണം ഈ ട്രയാങ്കിളിൻ്റെ സെൻറ്ററൊക്കെ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെഡ് ലോഡിൻ്റെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ MD/ZB. MD എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഡ്യൂ ടു ഡെഡ് ലോഡ്, ZB എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ് അറ്റ് ബോട്ടം. അപ്പോൾ ബോട്ടത്തിൽ MD/ZB, ടോപ്പിൽ MD/ZT. ഓക്കെ, അതിൻ്റെ താഴെ എന്തെന്ന് എഴുതണം? ബെൻഡിങ് സ്ട്രെസ് ഡയഗ്രാം ഡ്യൂ ടു ഡെഡ് ലോഡ് എന്ന് എഴുതുക. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഒരു കേസിൽ, അതായത് കോൺസെൻട്രിക് ലോഡിംഗ് ആണ്, ട്രാൻസ്ഫർ സ്റ്റേജാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ലൈവ് ലോഡ് ഇല്ല, കോൺസെൻട്രിക് ആയതുകൊണ്ട് എക്സെൻട്രിസിറ്റിയുടെ സ്ട്രെസ് ഡയഗ്രാം ഇല്ല. അപ്പോൾ ആകെപ്പാടിൻ്റെ അകത്ത് വരുന്നത് ഒരു ഡയറക്റ്റ് സ്ട്രെസ്സും വരും, ഒരു ഡെഡ് ലോഡിൻ്റെ സ്ട്രെസ്സും വരും. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻറ്റ് സ്ട്രെസ് നോക്കാം. നോക്കിക്കേ, ടോപ്പിൽ റിസൾട്ടൻറ്റ് സ്ട്രെസ്സിൻ്റെ ടോപ്പിൽ FT = FSUB എങ്ങനെ ആഡ് ചെയ്യണം? ആകെ ഈ രണ്ട് ഡയഗ്രാമിലുള്ളൂ, ഇത് ആഡ് ചെയ്താൽ മതി. ടോപ്പിൽ P/A, ഇപ്പോൾ P/A പ്ലസ് ഇതിൻ്റെ ടോപ്പിൽ MD/ZB. അപ്പോൾ എന്താണെങ്കിലും രണ്ടും കംപ്രഷനാണ്, അതുകൊണ്ട് ഇവിടെയും കംപ്രഷൻ ആയിരിക്കും. അടുത്തത് ബോട്ടത്തിൽ FB = FINF ഇത് P/A, അത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, മൈനസ് MD/ZB. ഇത് സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. യൂഷ്വലി അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഒരു പോസിറ്റീവ് ഇവിടെ, വലിയൊരു പോസിറ്റീവ് ഇവിടെ. ഇതിങ്ങനെ ട്രപ്പീസോയിഡൽ വേരിയേഷനാണ്. നടുക്ക് പ്ലസ് ഇടുക, കംപ്രസീവ് ഫോഴ്സ് ഇടുക, FB എന്ന് മാർക്ക് ചെയ്യുക, FT എന്നും മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ എന്തെന്ന് എഴുതണം? ഈ ഒരു ഫിഗറിൻ്റെ താഴെയായിട്ട് റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡയഗ്രാം ഒന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഈ ഡയറക്റ്റ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്നതിനാണ് നമ്മൾ പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഡയറക്റ്റ് സ്ട്രെസ് പ്ലസ് ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു എസെൻട്രിസിറ്റി, ഇതിൻ്റെ ടോട്ടൽ സമ്മിനെയാണ് നമ്മൾ പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ലോഡ് നടുക്കായതുകൊണ്ട് ബാർ നമ്മൾ ന്യൂട്രൽ ആക്സിസിൽ തന്നെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇതിന് ഡയറക്റ്റ് സ്ട്രെസ് മാത്രമേ ഉള്ളൂ, ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു എസെൻട്രിസിറ്റി ഇല്ല. ദെയർഫോർ ഈ ഒരു കേസിൽ ടോട്ടൽ പ്രീ സ്ട്രെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ് സ്ട്രെസ് ആണ് വാല്യൂ. ഓക്കെ അല്ലേ? അടുത്തത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതിയായിരുന്നു, FT = FSUB = P/A പ്ലസ് MD/ZD. ടോപ്പിലുള്ളത് FB അല്ലെങ്കിൽ സ്ട്രെസ് അറ്റ് ദ ബോട്ടം, റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ദ ബോട്ടം FINF = P/A മൈനസ് MD/ZB. ഓക്കെ, അടുത്തത് കേസ് 2. കേസ് 2 എന്ന് പറഞ്ഞാൽ എക്സെൻട്രിക് ലോഡിംഗ് ആണ്. ഇവിടെയും ഗിവൺ ഡെഡ് ലോഡും ലൈവ് ലോഡും തന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ സ്റ്റേജിൻ്റെ കേസ് 1 പറഞ്ഞു, കേസ് 2 എക്സെൻട്രിക് ലോഡിംഗ്. അപ്പോൾ എക്സെൻട്രിക് ലോഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ബീം വരച്ചു, B മാർക്ക് ചെയ്തു, D മാർക്ക് ചെയ്തു, ന്യൂട്രൽ ആക്സിസും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ഒരു എക്സെൻട്രിസിറ്റി മാറിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്രോസ് സെക്ഷൻ ഓഫ് എ ബീം. ഇനി ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് ഡയഗ്രാംസ് ആണ് ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തത് നേരത്തെ പോലെ തന്നെ ഡയറക്റ്റ് സ്ട്രെസ് പോസിറ്റീവാണ്, അതുകൊണ്ട് കംപ്രഷൻ, അതിൻ്റെ വാല്യൂ P/A, താഴെ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് മാർക്ക് ചെയ്യുക. പ്ലസ് ഇവിടെ എക്സെൻട്രിസിറ്റി ഇവിടെ ഉണ്ട് അല്ലേ, എക്സെൻട്രിസിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ അടുത്തത് ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് വരക്കാൻ പോകുന്നത്. ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ഇത് നമ്മുടെ ഡെഡ് ലോഡ് ലൈവ് ലോഡ് ഡയഗ്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ലോഡിൻ്റെ സ്ട്രെസ് ഡയഗ്രാം നമ്മൾ നേരത്തെ വരച്ചു, മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവുമാണ്. ഈ ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു എക്സെൻട്രിക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, സ്ട്രെയിറ്റ് ലൈൻ, മുകളിൽ നെഗറ്റീവ്, താഴെ പോസിറ്റീവ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെസ് ഡയഗ്രാം വരക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതും തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് പ്രീ സ്ട്രെസ്ഡ് ബീംസിലൊക്കെ സ്ട്രെസ്സ് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ എടുക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, എക്സ്റ്റേണൽ ലോഡ് ഡെഡ് ലോഡിൻ്റെയൊക്കെ സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇത് മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ്. ഇനി അതിൻ്റെ സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, PE/ZT, മൊമെൻറ്റ് = P × E, അതാണ് PE/ZT. അപ്പോൾ സ്ട്രെസ്സായി. അപ്പോൾ ടോപ്പിൽ
പി ഇ ബൈ ഇസെഡ് ടി, താഴെ പി ഇ ബൈ ഇസെഡ് ബി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡയറക്റ്റ് സ്ട്രെസ്സും ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു പ്രീസ്ട്രെസ്സിങ് ഫോഴ്സും കൂടി രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ടോട്ടൽ പ്രീസ്ട്രെസ് എന്ന് വെച്ചാൽ. നേരത്തെ ക്വസ്റ്റ്യനിൽ എസെൻട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ഫിഗർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഡയറക്റ്റ് സ്ട്രെസ് തന്നെയായിരുന്നു നമ്മുടെ പ്രീസ്ട്രെസ് എന്ന് വെച്ചാൽ. ഇവിടുത്തെ കേസിൽ എസെൻട്രിസിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ്സും ഉണ്ട്, ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു എസെൻട്രിസിറ്റി ഉണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മിനെയാണ് നമ്മൾ ടോട്ടൽ പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത്, പ്രീ സ്ട്രെസ് മാത്രം. ഇനി റിസൾട്ടൻറ്റ് സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി വീണ്ടും എന്തുണ്ട്, ഇതിൻ്റെ അകത്ത് ഡെഡ് ലോഡും ലൈവ് ലോഡും ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ സ്റ്റേജിലെ കേസാണ് നമ്മൾ ചെയ്യുന്നത്. സോ ലൈവ് ലോഡ് എടുക്കേണ്ട, ഡെഡ് ലോഡ് മാത്രം എടുത്താൽ മതി. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഡെഡ് ലോഡിൻ്റെ സ്ട്രെസ് ടോപ്പിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ്, എം ഡി ബൈ സെഡ് ടി മുകളിൽ, എം ഡി ബൈ സെഡ് ബി ബോട്ടത്തിൽ, താഴെ നിന്ന് എഴുതുക ഡെഡ് ലോഡ് സ്ട്രെസ് ഡയഗ്രം എന്ന് എഴുതുക. ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡയഗ്രം വരക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എഫ് ടി അല്ലെങ്കിൽ എഫ് എസ് യു ബി എന്ന് വെച്ചാൽ ടോപ്പിലുള്ള റിസൾട്ടൻറ്റ് സ്ട്രെസ് എത്രയായിരിക്കും, ഇത് ആഡ് ചെയ്യണം, ഇത് മൈനസ് ചെയ്യണം, ഇത് ആഡ് ചെയ്യണം, സൈൻ നോക്കണം കേട്ടോ, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഫ് ടി എന്ന് പറഞ്ഞാൽ പി ബൈ എ മൈനസ്, ഇവിടെ മൈനസ് ആണ് ടോപ്പിൽ, സോ പി ഇ ബൈ ഇസെഡ് ടി, ഇവിടെ പ്ലസ് ആണ്, പ്ലസ് എം ഡി ബൈ ഇസെഡ് ടി. ഇതായിരിക്കും റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ ടോപ്പിലുള്ള വാല്യൂ. ഇതേപോലെ തന്നെ നമുക്ക് ബോട്ടത്തിൽ എഫ് ബി ഈസ് ഈക്വൽ ടു ഇതാ ഇവിടെ പി ബൈ എ, ഇവിടെ പ്ലസ് ആണ്, പ്ലസ് പി ഇ ബൈ ഇസെഡ് ബി ആണ്, ഇവിടെ നെഗറ്റീവാണ്, മൈനസ് എം ഡി ബൈ ഇസെഡ് ബി. ഇതായിരിക്കും റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡയഗ്രത്തിൽ ബോട്ടത്തിലുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരു ഫിഗർ നമുക്കിവിടെ വരക്കാനുണ്ട്. ആക്ച്വലി ഞാൻ വരക്കാത്തത് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഷേപ്പ് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മേ ബി മുകളിലും താഴെ പോസിറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ മുകളിൽ പോസിറ്റീവ്, ചിലപ്പോൾ മുകളിൽ നെഗറ്റീവ്, താഴെ പോസിറ്റീവ്, എങ്ങനെ വേണമെങ്കിലും വരാം. അതുകൊണ്ടാണ് ഞാൻ ഈ റിസൾട്ടൻറ്റ് സ്ട്രെസ് ഡയഗ്രാം വരക്കാത്തത്. ഓക്കെ, അടുത്ത് നമുക്ക് കേസ് നമ്പർ 2 അല്ലെങ്കിൽ സെക്കൻഡ് വർക്കിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ സർവീസ് സ്റ്റേജ്. അതിനകത്ത് വീണ്ടും കോൺസെൻട്രിക് ലോഡിംഗ് ആണ്, നേരത്തെ പോലെ ഡെഡ് ലോഡും ലൈവ് ലോഡൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെഡ് ലോഡും ലൈവ് ലോഡും നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് എ ബീം വരയ്ക്കുക, ഡി കാണിക്കുക, ബി കാണിക്കുക, 10 നടുക്കാണ്, കാരണം കോൺസെൻട്രേഷൻ. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവില്ല, എസെൻട്രിസിറ്റി കൊണ്ടുണ്ടാകുന്ന ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം പോസിറ്റീവ് ആണ്, പി ബൈ എ ആണ്, ഡയറക്റ്റ് സ്ട്രെസ് ഡയഗ്രം എന്ന് എഴുതുക, പ്ലസ് ഇത് ഡെഡ് ലോഡിൻ്റെ സ്ട്രെസ് ഡയഗ്രമാണ്, ടോപ്പിൽ പോസിറ്റീവ് എം ഡി ബൈ സെഡ് ബി, ബോട്ടത്തിൽ നെഗറ്റീവ് എം ഡി ബൈ സെഡ് ബി, പ്ലസ് ലൈവ് ലോഡിൻ്റെ സ്ട്രെസ് ഡയഗ്രം കൂടി വരും. വർക്കിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് എം എൽ ബൈ സെഡ് ടി ടോപ്പിൽ പോസിറ്റീവാണ്, ഇവിടെ എം എൽ ബൈ സെഡ് ബി. അപ്പോൾ ആക്ച്വലി ഡെഡ് ലോഡിൻ്റെയും ലൈവ് ലോഡിൻ്റെയും സ്ട്രെസ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ് സെയിം ആണ്, ആകെ എം ഡിക്ക് വരം എം എൽ വരുമെന്നേ ഉള്ളൂ. ഇവിടെ എം ഡിക്ക് വരെ എം എൽ വരും, ഇവിടെ മുകളിൽ പോസിറ്റീവ് താഴെ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് പ്രീ സ്ട്രെസ്. ടോട്ടൽ പ്രീ സ്ട്രെസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ് സ്ട്രെസ് തന്നെയാണ്, കാരണം ഇവിടെ എസെൻട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് എസെൻട്രിസിറ്റി കൊണ്ടുള്ള സ്ട്രെസ് ഡയഗ്രം ഇല്ല. ഇനി വീണ്ടും ഇവിടെ ഒരു സ്ട്രെസ് ഡയഗ്രം നമുക്ക് വരക്കാനുണ്ട്. അതിൻ്റെ എഫ് ടോപ്പ് അല്ലെങ്കിൽ എഫ് എസ് യു ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോപ്പിലുള്ള വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യുക, പി ബൈ എ പ്ലസ് ഇസെഡ് ബി എം ഡി ബൈ സെഡ് ടി പ്ലസ് എം എൽ ബൈ ഇസെഡ് ടി. അതാണ് റിസൾട്ടൻറ്റ് സ്ട്രെസ് അറ്റ് ടോപ്പ്. ഇനി ബോട്ടത്തിലെന്ന് പറയുമ്പോൾ എഫ് ബി അല്ലെങ്കിൽ എഫ് ഐ എൻ എഫ് എന്ന് പറഞ്ഞാൽ പി ബൈ എ മൈനസ് എം ഡി ബൈ സെഡ് ബി മൈനസ് എം എൽ ബൈ സെഡ് ബി. ഓക്കെ, ഇതാണ് ടോട്ടൽ റിസൾട്ടൻറ്റ് സ്ട്രെസ് വാല്യൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻറ്റ് സ്ട്രെസ്സിൻ്റെ ഡയഗ്രാം വരക്കാൻ പറ്റും. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ മുകളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു കേസിൽ എന്തായാലും മുകളിൽ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, കാരണം നോക്കിക്കേ ടോപ്പിൽ പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മുകളിൽ പോസിറ്റീവ് വാല്യൂസേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ അടുത്ത ലെക്ചറിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കേസ് നമ്പർ 2 എസെൻട്രിസിറ്റി ലോഡിങ്. വർക്കിംഗ് സ്റ്റേജിൽ തന്നെ ഡ്യൂ ടു എസെൻട്രിസിറ്റി ആണ് ലോഡിങ് എങ്കിൽ വീണ്ടും ഗിവൺ ഡെഡ് ലോഡും ലൈവ് ലോഡും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് എ ബീം വരയ്ക്കുക, ബ്രെഡ്ത്ത് ബി, ഡെപ്ത് ഡി. ഇനി നമ്മുടെ ടെൻഡൻസ് ഒരു ഈ എസെൻട്രിസിറ്റി മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എസെൻട്രിസിറ്റി മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം ഡയറക്റ്റ് സ്ട്രെസ് ഡയഗ്രാം, രണ്ടാമത്തത് എസെൻട്രിസിറ്റി കൊണ്ടുള്ള ബെൻഡിങ് സ്ട്രെസ് ഡയഗ്രാം. അതുകൊണ്ട് മുകളിൽ പോസിറ്റീവും താഴെ
മുകളിൽ നെഗറ്റീവും താഴെ പോസിറ്റീവ് ആയിരിക്കും. അടുത്തത് ഡെഡ് ലോഡ് സ്ട്രെസ് ഡയഗ്രാം, ലൈവ് ലോഡ് സ്ട്രെസ് ഡയഗ്രാം. ഇതൊക്കെ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ P/A പോസിറ്റീവാണ്, കംപ്രഷനാണ്. അടുത്ത ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു എസെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ മുകളിൽ നെഗറ്റീവ് PE/ZT, താഴെ പോസിറ്റീവ് PE/ZB. അടുത്തത് ഡെഡ് ലോഡിൻ്റെ സ്ട്രെസ്, മുകളിൽ പോസിറ്റീവാണ് MD/ZB, താഴെ MD/ZB. ഈ രീതിയിൽ വാല്യൂസ് വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിസൾട്ടൻ്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടോപ്പിലെന്ന് പറയുമ്പോൾ ഇത് മൈനസ് ഈ വാല്യൂ പ്ലസ് ഈ വാല്യൂ പ്ലസ് ഈ വാല്യൂ, അതായിരിക്കും എഫ് ടോപ്പ്. ബോട്ടത്തിലെന്ന് പറയുമ്പോൾ ഇവിടുത്തെ P/A പ്ലസ് PE/ZB മൈനസ് MD/ZB മൈനസ് ML/ZB. ആ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. എഫ് ടോപ്പ് അല്ലെങ്കിൽ എഫ് സുപ്പീരിയർ FSUB is equal to P/A മൈനസ് PE/ZT പ്ലസ് MD/ZT പ്ലസ് ML/ZT. FB എന്ന് പറഞ്ഞാൽ FINF രണ്ട് സെയിം ആണ്. ടോട്ടൽ സ്ട്രെസ് അറ്റ് ദ ബോട്ടം അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ടോട്ടൽ സ്ട്രെസ് അറ്റ് ദ ടോപ്പ്. P/A പ്ലസ് PE/ZB ഇത് രണ്ടും കൂടി കൂടിയതാണ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. ഇത് ഡെഡ് ലോഡിൻ്റെ സ്ട്രെസ്, ഇത് ലൈവ് ലോഡിൻ്റെ സ്ട്രെസ്. ഇത് ഇവിടെ മൈനസ് ആണ് വരുന്നത്. സിമിലർലി ഇവിടെ ഞാൻ പറയാം, ഇത് ഡയറക്റ്റ് സ്ട്രെസ്, ഇത് ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു എസെൻട്രിസിറ്റി, ഡെഡ് ലോഡിൻ്റെ സ്ട്രെസ്, ലൈവ് ലോഡിൻ്റെ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് എന്നുള്ളത് ഇതൊന്നും കാണാപ്പാടം പഠിക്കേണ്ട. ഈ സ്ട്രെസ് ഡയഗ്രാം മനസ്സിലുണ്ടാവണം. അതുണ്ടെങ്കിൽ ടോപ്പിൽ എത്രയാണോ അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലത്തെ വാല്യൂ കിട്ടും FT. അപ്പോൾ നെഗറ്റീവ് ഉള്ളിടത്ത് മാത്രം നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിമിലർലി ബോട്ടത്തിലെടുക്കുമ്പോൾ പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഇവിടുത്തെ സിമ്പിൾ മാത്രം എവിടെയാണ് നെഗറ്റീവ് വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അനാലിസിസ് ഓഫ് പ്രീ സ്ട്രെസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ലെക്ചറാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൻ്റെ അകത്ത് നമ്മൾ 4 കേസാണ് ടോട്ടൽ പഠിച്ചത്. ട്രാൻസ്ഫർ സ്റ്റേജിൽ തന്നെ കോൺസെൻട്രിക് ലോഡിങ്ങും എസെൻട്രിക് ലോഡിങ്ങും, വർക്കിംഗ് സ്റ്റേജിൽ തന്നെ കോൺസെൻട്രിക് ലോഡിങ്ങും എസെൻട്രിക് ലോഡിങ്ങും. ഇതിലേതെങ്കിലും ഒരു കേസായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്, പ്രോബ്ലം ചെയ്യാൻ തരുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അടുത്ത ലെക്ചർ നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുക. അടുത്ത ലെക്ചർ മുതൽ നമുക്ക് ഈ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.